ശ്രീമാൻ സുരേഷ് ഗോപി തൃശ്ശൂരെ ഒരു ദേവാലയത്തിൽ നേർച്ചയായി നൽകിയ സ്വർണ കിരീടം ഓട്ടായി മാറുമോ എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹം അതിനെ ന്യായീകരിക്കാനായി പല വിധത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ നേർച്ചയാണ്, ഭക്തിയുടെ ഒരു പ്രകടനമാണ്, ഒരു വിശ്വാസിയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അത് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊരു വില കുറഞ്ഞ ഇടപാടായിപ്പോയി എന്ന് ഈ തരുണത്തിൽ രാഷ്ട്രീയ വൃത്തങ്ങൾ ചർച്ച ചെയ്യുകയാണ്. എന്താണ് അദ്ദേഹത്തെ ഇതിന് പ്രേരിപ്പിച്ചത് എന്നുള്ളത് പകല് പോലെ വ്യക്തമാണ്. അദ്ദേഹത്തിന് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തൃശ്ശൂരുമായി അങ്ങനെ വലിയ വൈകാരികമായ ബന്ധമുള്ളയാളല്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന് പഠിച്ച ഒരാളാണ്. തൃശ്ശൂർ അദ്ദേഹം ഒരു ബന്ധമുണ്ടാക്കിയത് 2019 നടന്നതായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP അദ്ദേഹത്തെ ഒരു സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചപ്പോഴാണ്. ഒരു വീണ് കിട്ടിയ ഭാഗ്യം എന്ന രീതിയിൽ അദ്ദേഹം അത് നന്നായി ഉപയോഗിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ പെട്ടെന്നുണ്ടായ ഉൾവിളി എവിടെ നിന്നാണ് എന്ന് പോലും അന്ന് ആളുകൾ സംശയിച്ചു. കാരണം അദ്ദേഹം നല്ല ഇരുത്തം എന്ന പേരുള്ള ഒരു പ്രശസ്തനായ സിനിമാ നടനാണ്. ലക്ഷക്കണക്കിന് ആരാധകരുള്ള, നല്ല അഭിനയം കാഴ്ചവെക്കുന്ന, ലബ്ധ പ്രതിഷ്ഠ നേടിയ മലയാള സിനിമയിൽ എടുത്തു പറയാവുന്ന മുൻനിര നായകന്മാരിൽ ഒരാൾ തന്നെയാണ് ശ്രീ സുരേഷ് ഗോപി എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. എന്നാൽ എന്തുകൊണ്ടോ ഈ തമിഴ്നാട്ടിലൊക്കെ മുൻപുണ്ടായതുപോലെ സിനിമാ ലോകത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നവർ വളരെ വളരെ അപൂർവമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ശ്രീ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രവേശം തന്നെ അന്ന് പൊതുസമൂഹവും രാഷ്ട്രീയ വൃത്തങ്ങളും ഗൗരവമായി ചർച്ച ചെയ്തു. അദ്ദേഹത്തിന് ഒരു താവളം നൽകിയത് BJP ആയതുകൊണ്ട് അദ്ദേഹം സ്വാഭാവികമായി ഒരു BJP-കാരനായി രൂപാന്തരപ്പെട്ടു. BJP-യിലെ സജീവ പ്രവർത്തകനായി BJP അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ ആ തരത്തിൽ അംഗീകരിച്ചത് കൊണ്ട് സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ ധാർമ്മികമായ പ്രതിബദ്ധത BJP-യോട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയുടെ അംഗീകാരം എന്ന രീതിയിൽ അദ്ദേഹത്തിന് രാജ്യസഭാ സ്ഥാനം പോലും BJP കൊടുക്കുവാൻ തയ്യാറായി എന്നുള്ളത് ഗൗരവത്തോടു കൂടിയാണ് കാണേണ്ടത്. അപ്പോൾ അദ്ദേഹത്തെ BJP എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു ആകർഷണ ബിന്ദുവാണ് ശ്രീ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാലും അധികപ്പറ്റാവുകയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തൃശ്ശൂർ തന്നെ വീണ്ടും ഈ നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം എല്ലാവരെയും പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പ്രഖ്യാപിച്ച് നൽകിയത്. ഒരു താലത്തിൽ എടുത്തു വെച്ച് നൽകുന്നത് പോലെയുള്ള ഗൗരവത്തോടു കൂടിയാണ് വീണ്ടും തൃശ്ശൂരിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായി ശ്രീ സുരേഷ് ഗോപിയെ മാസങ്ങൾക്ക് മുൻപേ അനൗപചാരികമായി പ്രഖ്യാപിച്ചത്. നാളിതുവരെ BJP-യുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളുടെ പട്ടിക പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല. എന്നാൽ എത്രയോ നാളുകൾക്ക് മുൻപേ തന്നെ സുരേഷ് ഗോപി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കേന്ദ്ര നേതാക്കളും പരോക്ഷമായും പ്രത്യക്ഷമായും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം ശ്രീ സുരേഷ് ഗോപി തന്നെയാണ് സ്ഥാനാർത്ഥിയെന്ന്. അങ്ങനെ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട രാഷ്ട്രീയ രംഗത്ത് BJP-യുടെ പൂർണ്ണ അംഗീകാരത്തോടു കൂടിയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്തത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തൃശ്ശൂർ പാർലമെന്റ് നിയോജക മണ്ഡലം ഒരു ക്രൈസ്തവ സ്വാധീനമുള്ള മണ്ഡലമാണ്. ക്രൈസ്തവർ അവിടെ വളരെ നിർണായകമായ ഒരു വിഭാഗമാണ്. അവിടുത്തെ അരമനകളൊക്കെ നന്നായി രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഇടങ്ങളാണ്. അവിടുത്തെ പുരോഹിതന്മാരും ഇടയ ശ്രേഷ്ഠന്മാരുമൊക്കെ കാലാകാലങ്ങളിൽ പ്രസക്തമായ വിഷയങ്ങളിൽ, സംഗതമായ വിഷയങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു.
നിർജീവമായ രീതിയിലല്ല അവിടുത്തെ ക്രൈസ്തവ സമൂഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വളരെ സൗഹാർദ്ദത്തോടുകൂടി സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിൽ എല്ലാ മതവിഭാഗങ്ങളും വളരെയേറെ സൗഹാർദ്ദത്തോടു കൂടിയാണ് കഴിയുന്നത് എന്നതും തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകതയാണ്. തൃശ്ശൂർ പൂരമൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ആകമാനം ജാതി വ്യത്യാസങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് അതിൽ സജീവമായി പങ്കെടുക്കുന്ന ചരിത്രപരമായ ഒരു വസ്തുത നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആർക്കും പ്രയോജനം ചെയ്യും എന്ന് തോന്നുന്നില്ല. എന്നാലും എല്ലാ അടവുകളും പയറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ശ്രീമാൻ സുരേഷ് ഗോപി ക്രൈസ്തവ സമൂഹത്തിൽ ഒന്ന് കടന്നു കയറാൻ ശ്രമിച്ചത്. അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഈ സ്വർണ്ണക്കിരീടം അദ്ദേഹം അവിടെ ഒരു പള്ളിയിൽ മാതാവിൻ്റെ തലയിൽ നേർച്ചയായി നൽകിയത്. എന്നാൽ അത് ചെയ്ത രീതിയും ചെയ്ത സമയവും ചെയ്ത ഉദ്ദേശവുമൊക്കെ എല്ലാവർക്കും നന്നായി അറിയാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്തത് എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാവരും ഇപ്പോൾ ചർച്ചയാക്കിയിട്ടുണ്ട്. ആ ഒറ്റ കാരണത്താൽ ക്രൈസ്തവ സമൂഹം മുഴുവൻ അദ്ദേഹത്തെ പിന്തുണയ്ക്കും എന്ന് കരുതുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം നന്നായി അറിയാത്തവർ മാത്രമാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ വീഴുന്ന ഒരു സമുദായമല്ല തൃശ്ശൂരിൽ പ്രത്യേകിച്ചുമുള്ളത്. അവിടെ ഈ സിറോ മലബാർ സഭ വളരെ ശക്തമാണെങ്കിലും അല്ലാതെയുള്ള കൽദായ സഭ പോലെ, ഓർത്തഡോക്സ് സഭ പോലെ, യാക്കോബായ സഭ പോലെ, മാർത്തോമാ സഭ പോലെയൊക്കെയുള്ള സഭകളും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ക്രൈസ്തവരാകമാനമായി സംഘടിതമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ അണിനിരക്കുമെന്ന് കരുതുന്നത് ഒരിക്കലും ബുദ്ധിയല്ല. എന്നാൽ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ അടവുകളും പയറ്റുക എന്നുള്ളത് അവരുടെ തന്ത്രമാണ്. അവിടുത്തെ നിലവിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന MP ആയ ശ്രീ TN പ്രതാപൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നിരിക്കുന്ന മുൻ മന്ത്രി VS സുനിൽകുമാർ, ഇവരെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ളവർ തന്നെയാണ്. യുവജന പ്രസ്ഥാനങ്ങളിലൂടെ മുന്നോട്ട് വന്നവരാണ്. ഏതാണ്ട് 3 പേരും സമപ്രായക്കാരാണ് എന്ന് തന്നെ വേണമെങ്കിൽ കരുതാം. വലിയ പ്രായവ്യത്യാസം ഉണ്ടാകാനിടയില്ല. ഈ സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളവും പ്രതാപനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തട്ടകമാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അതിലൊരു തെറ്റുമില്ല. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത് തട്ടകമാക്കി എടുത്ത ഒരാളാണ് എന്ന് വേണം പറയാൻ. എന്നാൽ തന്നെ അത് അദ്ദേഹത്തിന് എത്രമാത്രം തൃശ്ശൂരിൻ്റെ വികാരവുമായി അലിഞ്ഞു ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്, തൃശ്ശൂരിൻ്റെ ഭൂമിശാസ്ത്രപരമായ അംശങ്ങളുമായി മണ്ണുമായി എത്രയധികം ചേർന്നിട്ടുണ്ട് എന്ന് വരും ദിവസങ്ങളിൽ കാണാനിരിക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ശക്തമായി അറിയിച്ചു എന്ന കാര്യം നാം വിസ്മരിക്കേണ്ടതില്ല. എന്നാൽ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ ചിത്രം നോക്കുമ്പോൾ കേരളത്തിൽ എക്കാലവും ശക്തമായി ഏറ്റുമുട്ടുന്നത് 2 പ്രബലമായ മുന്നണികളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടത് ജനാധിപത്യ മുന്നണിയും. അവർക്കിടയിൽ BJPക്ക് ഇതുവരെ പ്രവേശിച്ച് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ എന്ത് വില കൊടുത്തും തൃശ്ശൂർ വഴിയായി അക്കൗണ്ട് തുറക്കുമെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും മുന്നോട്ട് പോവുകയാണ്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയതാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ അടുത്തടുത്തുള്ള 3 തൃശ്ശൂർ സന്ദർശനം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത്യപൂർവമാണ് ഒരു പ്രധാനമന്ത്രി 3 പ്രാവശ്യം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ വന്ന് വലിയ റോഡ് ഷോയും ആക്ഷരികമായി രാഷ്ട്രീയ സമ്മേളനങ്ങളും വിളിച്ചുകൂട്ടി പരോക്ഷമായി ശ്രീ സുരേഷ് ഗോപി ഒരു സ്റ്റാർ സ്ഥാനാർത്ഥിയാണ് എന്ന് പ്രഖ്യാപിച്ചത്. അപ്പോൾ എത്ര കരുതലോടുകൂടിയാണ് BJP കേന്ദ്ര നേതൃത്വം മുന്നോട്ട് നീങ്ങുന്നത് എന്നറിയാം. A+ മണ്ഡലമായിട്ടാണ് തൃശ്ശൂരെ അവർ ഇപ്പോൾ കാണുന്നത്. അവർ A ക്ലാസ് മണ്ഡലമായി ചില മണ്ഡലങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ A+ മണ്ഡലമായിട്ടാണ് തൃശ്ശൂരെ അവർ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്ത് വില കൊടുത്തും, എത്ര പണമൊഴുക്കിയും, എത്ര നേർച്ച നടത്തിയും
എത്ര വഴിപാട് നടത്തിയും തൃശ്ശൂർ സ്വന്തമാക്കുക എന്ന വ്രതത്തോടുകൂടിയാണ്, പ്രതിജ്ഞയോടുകൂടിയാണ് BJP അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി അക്കാര്യത്തിൽ യാതൊരു ഇളവും കാട്ടുന്നില്ല. അദ്ദേഹത്തിന്റെ സിനിമാ പ്രവർത്തനങ്ങൾക്കൊക്കെ താൽക്കാലികമായി അവധി കൊടുത്തുകൊണ്ട് പൂർണ്ണ സമയം തൃശ്ശൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിലും തൃശ്ശൂരിന്റെ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും അദ്ദേഹം ശക്തമായ പ്രവർത്തനം അഴിച്ചു വിട്ടുകഴിഞ്ഞു. ചുവരെഴുത്തുകളാകട്ടെ, റോഡ് ഷോകളാകട്ടെ, പൊതുസമ്മേളനങ്ങളാകട്ടെ വരും ദിവസങ്ങളിൽ അതിശക്തമായി ഉണ്ടാകും. ഏതായാലും കേരളം മാത്രമല്ല, ഇന്ത്യ ആകമാനം ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമായി തൃശ്ശൂർ മാറാൻ പോവുകയാണ്. BJP ഏറ്റവും പ്രാമുഖ്യത്തോടു കൂടിയാണ് തൃശ്ശൂരെ കാണുന്നത്. സുരേഷ് ഗോപിയെ എന്ത് വില കൊടുത്തും അവർ പാർലമെന്റിൽ എത്തിക്കും എന്ന് തന്നെയാണ് അവർ നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു തീ പാറുന്ന മത്സരം തന്നെ ആയിരിക്കും തൃശ്ശൂര് എന്ന് പറഞ്ഞാൽ അധികപ്പറ്റാവുകയില്ല. എന്നാൽ ഈ പറഞ്ഞതുപോലെ കിരീടം നേർച്ചയായി കൊടുത്തും അതുപോലെ വഴിപാട് നടത്തിയും സഞ്ചിയിൽ 29 രൂപയുടെ പ്രധാനമന്ത്രിയുടെ പടമുള്ള സഞ്ചി അച്ചടിച്ച് അരി വിതരണം ചെയ്തുവെന്നും വോട്ട് വാങ്ങിക്കാൻ കേരളത്തിൽ അത്ര എളുപ്പമൊന്നുമല്ല. BJPയുടെ ആത്തരം തന്ത്രങ്ങളും ഈ പറയുന്ന വ്യാജ പ്രചരണങ്ങളുമൊക്കെ കേരളത്തിലെ പൊതുസമൂഹം എത്ര വില കൊടുക്കുമെന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ മാധ്യമങ്ങൾ മുഴുവൻ നരേന്ദ്രമോദിയുടെ സ്തുതി പാടുകയാണ്, പ്രചരണം അഴിച്ചുവിടുകയാണ്. ശതകോടികളാണ് പ്രചരണത്തിന് വേണ്ടി മാധ്യമങ്ങളിലൂടെയുള്ള, അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പത്തുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് BJP എന്ന് ഊഹിച്ചുകൊണ്ട് തന്നെയാണ് മറ്റേ കക്ഷികൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും കേരളത്തിൽ ഒരു രാജ്യ ശ്രദ്ധ നേടുന്ന ഒരു മണ്ഡലമായി സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശ്ശൂർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പറയുന്ന രീതിയിലുള്ള സാമുദായിക പ്രീണനം കൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പിൽ അത്ര അനായാസമായ വിജയം നേടാൻ കഴിയുമെന്ന് ആരും കരുതുന്നത് യുക്തിസഹമല്ല, വസ്തുതയ്ക്ക് നിരക്കുന്നതുമല്ല. എന്തായാലും വളരെ ജിജ്ഞാസയും കൗതുകവുമുള്ള, ആകാംക്ഷയും ഉത്കണ്ഠയുമുള്ള ഒരു മണ്ഡലമായി തൃശ്ശൂർ മണ്ഡലം കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് പരമമായ യാഥാർത്ഥ്യം.